ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ലാസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് ആണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയാണ്. The term atom was first introduced by John Dalton. The important postulates of this theory are ഡാൾട്ടൺ അറ്റോമിക് തിയറിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റ്ലേറ്റ്സുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എക്സ്ട്രീംലി സ്മാൾ ആൻഡ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ കാൾഡ് ആറ്റം. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എക്സ്ട്രീംലി അല്ലെങ്കിൽ മൈന്യൂട്ട് ആൻഡ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ കാൾഡ് ആറ്റം. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഓർക്കുക, matter is made up of minute and indivisible particle. ഫസ്റ്റ് പോയിന്റ് എന്താണ് പറയുക, മാറ്റർ എനിത്തിങ് വിച്ച് ഓക്കുപൈ സ്പേസ് ആൻഡ് മാസ് ഈസ് കാൾഡ് മാറ്റർ. അങ്ങനെയുള്ള മാറ്റർ നിർമ്മിച്ചിരിക്കുക. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് ആൻഡ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ കോൾഡ് ആറ്റം. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഓർക്കുക, മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് ആൻഡ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ കോൾഡ് ആറ്റം. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ്, ആറ്റം ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. Atoms can neither be created nor be destroyed. ആറ്റത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. അപ്പൊ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് ആൻഡ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ കാൾഡ് ആറ്റം. രണ്ടാമത്തെ പോയിന്റോ, ആറ്റം ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുക, ആറ്റംസ് ഓഫ് സെയിം എലമെന്റ്സ് ആർ ഐഡന്റിക്കൽ ഇൻ ദെയർ പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. ആറ്റംസ് ഓഫ് സെയിം എലമെന്റ്സ് ആർ മൂന്നാമത്തെ പോയിന്റ് നോക്കുക, ആറ്റംസ് ഓഫ് സെയിം എലമെന്റ്സ് ആർ ഐഡന്റിക്കൽ ഇൻ ദെയർ പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. സെയിം എലമെന്റ് അതിന്റെ പ്രോപ്പർട്ടിയും മാസും സെയിം തന്നെ ആയിരിക്കാം. ഐഡന്റിക്കൽ എലമെന്റ്സ്, ആറ്റംസ് ഓഫ് സെയിം എലമെന്റ്സ് ആർ ഐഡന്റിക്കൽ ഇൻ ദെയർ പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. സെയിം എലമെന്റിന് ഐഡന്റിക്കൽ ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും, ഡിഫറന്റ് ആയിട്ടുള്ള എലമെന്റുകൾക്ക് അതിന്റെ പ്രോപ്പർട്ടിയും മാസും വ്യത്യാസം വരാം. അപ്പൊ അടുത്ത നാലാമത്തെ പോയിന്റ് ആയിട്ട് ഓർക്കുക, atoms of different elements have different in their different properties and mass. Atoms of different element have different properties and mass. Atoms of different elements have different properties and mass. ഇനി ഇങ്ങനെ അഞ്ചാമത്തെ പോയിന്റ് ഡാൾട്ടൺ അറ്റോമിക് തിയറിയിലെ അഞ്ചാമത്തെ പോയിന്റ്, ആറ്റംസ് കമ്പൈൻഡ് ടു ഫോം കോമ്പൗണ്ട് ആറ്റംസ് കാൾഡ് മോളിക്യൂൾ. Atoms combined to form compound atoms. Atoms combined to form compound atom. ആ കോമ്പൗണ്ട് ആറ്റത്തിനെ വിളിക്കുന്ന പേര് കോമ്പൗണ്ട് ആറ്റംസ് കാൾഡ് മോളിക്യൂൾ.
ഇതാണ് ഡാൾട്ടൺ അറ്റോമിക് തിയറിയുടെ പ്രധാനപ്പെട്ട പോസ്റ്റ്ലേറ്റ്സ്, ഇമ്പോർട്ടന്റ് പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ഡാൾട്ടൺ അറ്റോമിക് തിയറി. ഫസ്റ്റ് പോയിന്റ് പറയുക മാറ്റർ. മാറ്റർ നമുക്കറിയാം, എനിത്തിങ് വിച്ച് ഓക്കുപൈസ് സ്പേസ് ആൻഡ് മാസ് ഈസ് കാൾഡ് മാറ്റർ. അങ്ങനെയുള്ള മാറ്റർ നിർമ്മിച്ചിരിക്കുക. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് ആൻഡ് ഇൻഡിവിസിബിൾ, അൺകട്ടബിൾ, ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ കാൾഡ് ആറ്റം. മാറ്റർ നിർമ്മിച്ചിരിക്കുക. മാറ്ററിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുക ആറ്റമാണ്. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് നോക്കുക. ഇങ്ങനെയുള്ള ആറ്റത്തെ, ആറ്റം ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ആറ്റത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. ആറ്റംസ് ഓഫ് സെയിം എലമെന്റ്സ് ആർ ഐഡന്റിക്കൽ ഇൻ ദർ പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. സെയിം എലമെന്റ്സ്, ആറ്റംസ് ഓഫ് സെയിം എലമെന്റ്സ് ആർ ഐഡന്റിക്കൽ ഇൻ ദർ പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. സെയിം എലമെന്റിന്റെ പ്രോപ്പർട്ടിയും മാസും സെയിം തന്നെ ആയിരിക്കാം, ഐഡന്റിക്കൽ ആയിരിക്കാം. അങ്ങനെയാണെങ്കിലോ ആറ്റംസ് ഓഫ് ഡിഫറന്റ് എലമെന്റ്സ് ഹാവ് ഡിഫറന്റ് പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. ഡിഫറന്റ് പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. ഇനി ഇങ്ങനെയുള്ള ആറ്റങ്ങൾ പരസ്പരം കൂടിച്ചേരുകയാണെങ്കിലോ അത് കോമ്പൗണ്ട് ആറ്റമായിട്ട് മാറും. അങ്ങനെയുള്ള കോമ്പൗണ്ട് ആറ്റത്തിന് വിളിക്കുന്ന പേരാണ് മോളിക്യൂൾ. അപ്പൊ ഡാൾട്ടൺ അറ്റോമിക് തിയറിയുടെ ഇമ്പോർട്ടന്റ് പോസ്റ്റ്ലേറ്റ്സ്, ഈ 5 പോസ്റ്റ്ലേറ്റ്സും ഓർത്തു വെച്ചേക്കുക. അപ്പൊ അതിലെ ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേക്കുക? മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് extremely small, minute and indivisible particle called atom. Atom can neither be created nor be destroyed. Atoms of same elements are identical in their properties and mass. Atoms of different elements have different properties and mass. Atoms combined to form compound atom called molecule. മനസ്സിലായോ? അപ്പൊ ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റ്ലേറ്റ്സ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് പോയിന്റ് എന്താ പറയുക? മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എക്സ്ട്രീംലി സ്മാൾ ആൻഡ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ. ഇവിടെ എക്സ്ട്രീംലി സ്മാളിന് പകരം നമ്മൾ പറഞ്ഞു മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട്, മൈന്യൂട്ട് ആൻഡ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് ആൻഡ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ കോൾഡ് ആറ്റംസ്. രണ്ടാമത്തെ പോയിന്റ്, ആറ്റം ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ്. മൂന്നാമത്തെ പോയിന്റ്, ആറ്റംസ് ഓഫ് സെയിം എലമെന്റ്സ് ആർ ഐഡന്റിക്കൽ ഇൻ ദിയർ പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. അടുത്ത നാലാമത്തെ പോയിന്റ്, ആറ്റംസ് ഓഫ് ഡിഫറന്റ് എലമെന്റ്സ് ഹാവ് ഡിഫറന്റ് പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. അഞ്ചാമത്തെ പോയിന്റ്, ആറ്റംസ് കമ്പൈൻഡ് ടു ഫോം കോമ്പൗണ്ട് ആറ്റംസ് കാൾഡ് മോളിക്യൂൾ. ഒന്നുകൂടെ പറയാം. ഡാൾട്ടൺ അറ്റോമിക് തിയറിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റ്ലേറ്റ്സ് ആണ് ഇത്, പ്രധാനപ്പെട്ടതാണ്. അതിലെ ഫസ്റ്റ് പോയിന്റ് പറയുക, മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് minute and indivisible particle called atom. Atom can neither be created nor be destroyed. Atoms of same elements are identical in their properties and mass. Atoms of different elements have different properties and mass. Atoms combined to form compound atoms called molecule. നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് അറ്റോമിക് മാസ് ആണ്. ഇത് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അറ്റോമിക് മാസ്, മോളിക്കുലർ മാസ്, മോൾ കൺസെപ്റ്റ്. അപ്പൊ നമ്മുടെ യൂണിറ്റിന്റെ പേര് സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി ആയതുകൊണ്ടാണ് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പൊ അതിൽ എന്താണ് അറ്റോമിക് മാസ് യൂണിറ്റ്? അറ്റോമിക് മാസ് നമുക്ക് ആദ്യം പഠിക്കാം, എന്നിട്ട് അറ്റോമിക് മാസ് യൂണിറ്റിനെ കുറിച്ച് പറയാം. അപ്പൊ എന്താണ് അറ്റോമിക് മാസ്? അറ്റോമിക് മാസ് ഓഫ് ആൻ എലമെന്റ് ഈസ് എ നമ്പർ ദാറ്റ് എക്സ്പ്രസ് ഹൗ മെനി ടൈംസ് ദ മാസ് ഓഫ് ആൻ ആറ്റം ഓഫ് എലമെന്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1/12 മാസ് ഓഫ് C12 ആറ്റം. ഇപ്പൊ ഇവിടെ നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത് കാർബൺ 12 എന്ന് പറഞ്ഞ ഐസോട്ടോപ്പിനെയാണ്. അപ്പൊ ആ 1/12 വെച്ചിട്ടായിരിക്കാം ഒരു പാരാമീറ്റർ ആയിട്ട് നമ്മൾ കണക്കാക്കാറുള്ളത്. അപ്പൊ ആ 1/12 മാസ് ഓഫ് C12 ആറ്റത്തേക്കാൾ എത്രമാത്രം ഉയർന്നതാണോ അതായിരിക്കാം ആ എടുക്കുന്ന എലമെന്റിന്റെ അറ്റോമിക് ഭാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ അറ്റോമിക് മാസ് ഓഫ് ആൻ എലമെന്റ് ഇസ് എ നമ്പർ that express how many times the mass of atom of an element is greater than 1/12 the mass of C12 atom. ഒരു എക്സാമ്പിൾ പറയാം. അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ. നൈട്രജന്റെ അറ്റോമിക് മാസ് എത്രയാണ്? നൈട്രജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 14 ആണ്. അപ്പൊ നമ്മൾ അറ്റോമിക് മാസിന്റെ യൂണിറ്റില് അറ്റോമിക് മാസ് വെച്ച് എക്സ്പ്രസ് ചെയ്യുകയാണ്. ഇപ്പൊ നമുക്കിവിടെ പറയാം, ഇത് അർത്ഥമാക്കുന്നത് എന്തെന്ന് വെച്ചാല് മാസ് ഓഫ് one nitrogen atom is 14 times is greater than 1/12 mass of C12 atom. Mass of one nitrogen atom is 14. അതെന്തായിരിക്കും? 14 times greater than 1/12 mass of C12 atom.
ഒന്നുകൂടെ നോക്കുക. അറ്റോമിക് മാസ് ഓഫ് ആൻ എലമെന്റ് ഈസ് എ നമ്പർ വിച്ച് എക്സ്പ്രസ് ചെയ്യുന്നത് ഹൗ മെനി ടൈംസ് ദ മാസ് ഓഫ് ആറ്റം ഓഫ് ആൻ എലമെന്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1/12 ദ മാസ് ഓഫ് C12 ആറ്റം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു നൈട്രജന്റെ അറ്റോമിക മാസ് 14 ആണെന്ന് പറഞ്ഞു. അത് അർത്ഥമാക്കുന്നത് വിച്ച് മീൻസ് ദാറ്റ് മാസ് ഓഫ് 1 ആറ്റം ഓഫ് നൈട്രജൻ ഈസ് 14 ടൈംസ് 14 തവണ 14 ടൈംസ് ഗ്രേറ്റർ ദാൻ 1/12 ദ മാസ് ഓഫ് C12 ആറ്റം. അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ ആറ്റം ആണെങ്കിലോ 16 അല്ലേ? ഇപ്പൊ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് 16 ടൈംസ് ഗ്രേറ്റർ ദാൻ ദ 1/12 മാസ് ഓഫ് C12 ആറ്റം. അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. അറ്റോമിക് മാസ് ഓഫ് ആൻ എലമെന്റ് ഈസ് എ നമ്പർ വിച്ച് എക്സ്പ്രസ് ഹൗ മെനി ടൈംസ് ദ മാസ് ഓഫ് ആറ്റം ഓഫ് ആൻ എലമെന്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1/12 ദ മാസ് ഓഫ് C12 ആറ്റം. 1/12 മാസിനേക്കാൾ എത്രമാത്രം ഗ്രേറ്റർ ആണോ അതിനെ ആയിരിക്കാം, ആ നമ്പറിനെ ആയിരിക്കാം ആ തന്നിരിക്കുന്ന എലമെന്റിന്റെ അറ്റോമിക മാസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുക. Atomic mass of an element is a number which expresses how many times the mass of atom of an element is greater than 1/12 the mass of C12 atom. Okay. നെക്സ്റ്റ് നമുക്ക് അറ്റോമിക് മാസ് യൂണിറ്റ് നോക്കാം. അറ്റോമിക് മാസ് യൂണിറ്റിനെ എക്സ്പ്രസ് ചെയ്യുക AMU എന്നാണ്. AMU. അപ്പോ 1 AMU ഈക്വൽ ടു AMU എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യുന്നത് 1/12 മാസ് ഓഫ് C12 ആറ്റത്തിന് വിളിക്കുന്ന പേരാണ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്നറിയപ്പെടുക. 1/12 the mass of C12 atom. 1/12 the mass of C12 atom is called atomic mass unit. അറ്റോമിക് മാസ് യൂണിറ്റിനെയാണ് നമ്മൾ AMU എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുക. 1 AMU ഈക്വൽ ടു 1.66 into 10⁻⁻24 ഗ്രാം ആണ്. അല്ലെങ്കിൽ ഇതിനെ 1.66 into 10⁻⁻27 കിലോഗ്രാം എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ AMU എന്ന് പറഞ്ഞതിനെ നമ്മൾ ഇപ്പോൾ എഴുതാറുള്ളത് അതിനെയൊക്കെ മാറ്റി ഇപ്പൊ ഇപ്പോഴും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിഫൈഡ് മാസ് U എന്നായിരിക്കാം നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ഇനി വിളിക്കുന്ന പേര് യൂണിഫൈഡ് മാസ് എന്നാണ് അറിയപ്പെടാറുള്ളത്. 1/12 the mass of C12 atom is called atomic mass unit. അങ്ങനെയെങ്കിൽ അറ്റോമിക് മാസ് എന്താ പറഞ്ഞേക്കുന്നത്? Atomic mass of an element is a number that express how many times the mass of atom of an element is greater than 1/12. 1/12 the mass of C12 atom. 1/12 ഓഫ് C12 കാർബൺ ആറ്റത്തെക്കാൾ എത്ര തവണ ഗ്രേറ്റർ ആണോ ആ നമ്പറിനെ ആയിരിക്കാം തന്നിരിക്കുന്ന എലമെന്റിന്റെ അറ്റോമിക മാസ് യൂണിറ്റ്, അറ്റോമിക മാസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. Atomic mass of an element is a number that expresses how many times the mass of atom of an element is greater than 1/12 the mass of C12 carbon atom. ഈ 1/12 mass of C12 carbon atomത്തിന് വിളിക്കുന്ന പേരാണ് AMU. 1 AMU equal to 1.66 into 10⁻⁻24 ഗ്രാം ആണ്. ഇപ്പൊ AMU എന്നുള്ള കാര്യം നമ്മൾ ഇപ്പൊ മാറിയിട്ട് ഇപ്പൊ പറയുന്നത് U വെച്ചിട്ടാണ്. യുവിനെ വിളിക്കുന്ന പേര് യൂണിഫൈഡ് മാസ് എന്നാണ് ഇപ്പൊ അറിയപ്പെടാറുള്ളത്. U മീൻസ് യൂണിഫൈഡ് മാസ്. നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് മോളിക്കുലാർ മാസ് ആണ്. എന്താണ് മോളിക്കുലാർ മാസ്? മോളിക്കുലാർ മാസ് ഈസ് ദ സം ഓഫ് അറ്റോമിക് മാസ് ഓഫ് ഓൾ ദ എലമെന്റ് പ്രസന്റ് ഇൻ എ മോളിക്യൂൾ. മോളിക്കുലാർ മാസ് എന്ന് പറയുക സം ഓഫ് അറ്റോമിക് മാസ് ഓഫ് എലമെന്റ് പ്രസന്റ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിലുള്ള അതിന്റെ അറ്റോമിക മാസുകളുടെ തുക കൂട്ടി എഴുതുന്നതാണ് മോളിക്കുലാർ മാസ് എന്നുകൊണ്ട് അർത്ഥമാക്കുക. ഒരു എക്സാമ്പിൾ നോക്കിക്കേ, വാട്ടർ. എക്സാമ്പിൾ വാട്ടർ. വാട്ടറിന്റെ മോളിക്കുലാർ മാസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ വാട്ടറിന്റെ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പൊ 2 ഹൈഡ്രജൻ ആറ്റം, ഹൈഡ്രജന്റെ അറ്റോമിക മാസ് എന്ന് പറയുന്നത് 1 ആണ്. അതേപോലെ ഓക്സിജൻ, ഇവിടെ 1 ഓക്സിജൻ ആറ്റം ഉണ്ട്. ഓക്സിജന്റെ അറ്റോമിക മാസ് എന്ന് പറയുന്നത് 16 ആണ്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 2 + 16 ഈക്വൽ ടു നമുക്ക് 18 എന്ന് പറഞ്ഞ് കിട്ടും. 18 ഗ്രാം അല്ലെങ്കിൽ 18U എന്ന് എഴുതാം, യൂണിഫൈഡ് മാസ്. ഒരു എക്സാമ്പിൾ കൂടെ നോക്കിക്കേ, H2SO4.
സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ സൾഫ്യൂരിക് ആസിഡിന്റെ മോളിക്കുലാർ മാസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 2 ഹൈഡ്രജൻ ആറ്റം, അറ്റോമിക മാസ് 1 ആണ്. ഒരു സൾഫറിന്റെ അറ്റോമിക മാസ് എത്രയാണ്? 32 ആണ്. 32 പ്ലസ് ഓക്സിജൻ ആറ്റം, 4 ഓക്സിജൻ ആറ്റം ഉണ്ട്. ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ അറ്റോമിക മാസ് എന്ന് പറയുന്നത് 60 ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 98U എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ സൾഫ്യൂരിക് ആസിഡിന്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 98 ആണ്. അപ്പൊ എന്താണ് മോളിക്കുലാർ മാസ് എന്നുകൊണ്ട് അർത്ഥമാക്കുക? ഇവിടെ വാട്ടറിന്റെ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവിടെയുള്ള ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ തുക നമ്മൾ കൂട്ടി എഴുതുകയല്ലേ ചെയ്തേക്കുക. അപ്പൊ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോളിക്കുലാർ മാസ് ഈസ് ദ സം ഓഫ് അറ്റോമിക് മാസ് ഓഫ് എലമെന്റ് പ്രസന്റ് ഇൻ എ മോളിക്യൂൾ. സം ഓഫ് അറ്റോമിക് മാസ് ഓഫ് എലമെന്റ് പ്രസന്റ് ഇൻ എ മോളിക്യൂൾ. ഇതേപോലെ തന്നെയാണ് ഒരു ടേം നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, ഫോർമുല മാസ്. ഈ സെയിം വേ തന്നെയാണ് മോളിക്കുലാർ മാസ് എഴുതുന്നത് പോലെ തന്നെയാണ് എന്തും ഫോർമുല മാസ് എക്സ്പ്രസ് ചെയ്യുക. സോഡിയം ക്ലോറൈഡ് ഇത് ഒരു അയോണിക് കോമ്പൗണ്ട് ആണ്. ഇതിനെ നമുക്ക് Na+Cl- എന്ന് എഴുതാം. ഈ Na+Cl- ഇതിന്റെ അറ്റോമിക മാസുകളുടെ തുക കൂട്ടി എഴുതുക. മോളിക്കുലാർ മാസ് എഴുതുന്നത് പോലെ തന്നെയാണ്. അപ്പൊ സെയിം വേയിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ടേമും കൂടെ ഉണ്ട്. അതിന്റെ പേര് ഫോർമുല മാസ് എന്നാണ് അറിയപ്പെടാറുള്ളത്. അപ്പൊ ഫോർമുല മാസ് എന്ന് പറയുന്ന കാര്യം പോസിറ്റീവ് ആയിട്ടുള്ള കാറ്റയോണുകളുടെയും നെഗറ്റീവ് ആയിട്ടുള്ള ആനയോണുകളെയും നമ്മൾ Na+Cl- കാറ്റഗറി ആയിട്ടാണ് എഴുതിയിരിക്കുക. അപ്പൊ അതിന്റെ എല്ലാം കൂടെ തുക നമ്മൾ കൂട്ടി എഴുതുക. അതിനെയാണ് അപ്പൊ ഈ തന്നിരിക്കുന്ന NaCl ഒരു 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ സോളിഡ്സിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞ കാര്യം നമുക്ക് അടുത്ത വർഷം 3D സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ മോളിക്കുലാർ മാസ് എക്സ്പ്രസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഫോർമുല മാസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുള്ളത്. അപ്പൊ മോളിക്കുലാർ മാസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്ക് തന്നിരിക്കുന്ന ആ മോളിക്യൂളിലുള്ള ഓരോ ആറ്റങ്ങളുടെ എണ്ണത്തെ എത്ര എണ്ണമുണ്ടോ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതിൽ ആരൊക്കെ ഉണ്ടോ അതിന്റെ എല്ലാം കൂടെ തുക കൂട്ടി എഴുതുന്നതായിരിക്കാം. അപ്പൊ മോളിക്കുലാർ മാസ് ഇസ് ദ സം ഓഫ് അറ്റോമിക് മാസ് ഓഫ് ഓൾ ദ എലമെന്റ് പ്രസന്റ് ഇൻ എ മോളിക്യൂൾ. അടുത്തത് പഠിക്കാനായിട്ടുള്ളത് മോൾ ആണ്. മോൾ കൺസെപ്റ്റിനെ കുറിച്ചാണ്. അപ്പൊ മോൾ എന്ന് പറഞ്ഞ കാര്യത്തെ കുറിച്ച് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് വിളിക്കുന്ന പേരാണ് മോൾ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. മോൾ ഈസ് ദ യൂണിറ്റ് ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അപ്പൊ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് പറയുന്ന പേരാണ് മോൾ എന്നറിയപ്പെടാറുള്ളത്. ഇതിനെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻ as many particles as there are atom in exactly 12 gram of carbon 12 isotope, in exactly the 12 gram of C12 isotope. Mole is the unit of amount of substance, which is defined as the amount of substance that contain as many particles as there are atom in exactly എന്തുമായിട്ട് 12 gram of C12 isotope. 12 gram of C12 isotope. ഓർക്കുക, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ് മോള്. അപ്പൊ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻ as many particles as there are atom in exactly എന്തുമായിട്ട് എക്സാക്ട് ചെയ്യുന്നു? 12 gram of C12 ഐസോട്ടോപ്പ്. കാർബണിന്റെ 12 ഐസോട്ടോപ്പിന്റെ 12 ഗ്രാമുമായി എക്സാക്ട് ചെയ്യുന്നതാണ് ആ തന്നിരിക്കുന്നതിന്റെ മോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ് മോള്. മോളിനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻ as many particles as there are atom in exactly the 12 gram of C12 ഐസോട്ടോപ്പ്. 12 gram of C12 ഐസോട്ടോപ്പുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്ത് പറയാറുള്ളത്. ഇനി നമുക്ക് പറയാം 1 mole of any substance contain 1 mole of ഏത് സബ്സ്റ്റൻസോ ആയിക്കോട്ടെ, എനി സബ്സ്റ്റൻസ് കണ്ടെയ്ൻ 1 mole of any substance contain 6.022 into 10 raised to 23. 6.022 into 10 raised to 23 atoms. 23 atoms. ഓർക്കുക, 1 mole of
എനി സബ്സ്റ്റൻസ് 1 മോള് നമ്മൾ ഏതെടുക്കുകയാണെങ്കിലും ഏത് സബ്സ്റ്റൻസ് എടുത്താലും അതിലുള്ള ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 6.022 into 10⁻23 ആണ്. അതുകൊണ്ട് ഈ 6.022 into 10⁻23 നമ്മളൊരു പേര് അറിയപ്പെടാറുണ്ടല്ലോ. അതിനെ വിളിക്കുന്ന പേര് അവഗാഡ്രോസ് കോൺസ്റ്റന്റ് എന്നാണ് അറിയപ്പെടാറുള്ളത്. അവഗാഡ്രോ നമ്പർ അല്ലെങ്കിൽ അവഗാഡ്രോസ് കോൺസ്റ്റന്റ്. അപ്പൊ അവഗാഡ്രോസ് കോൺസ്റ്റന്റിനെ റെപ്രസെന്റ് ചെയ്യുക എന്നെ വെച്ചിട്ടാണ്. അപ്പൊ അവഗാഡ്രോസ് കോൺസ്റ്റന്റ് വാല്യൂ എത്രയാണ്? 6.022 into 10⁻23 ആറ്റംസ് ആണ്. ഒരു മോള് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് കണ്ടെയ്ൻ 6.022 into 10⁻23 ആറ്റം അതിൽ പ്രസന്റ് ആയിരിക്കാം. അപ്പൊ എന്താണ് മോള്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് പറയാം, നമുക്ക് ചുരുക്കി പറയാം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ് മോള്. അപ്പൊ അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻ ആസ് മെനി പാർട്ടിക്കിൾ ദേർ ആർ ആറ്റം ഇൻ എക്സാക്ട്ലി എന്തുമായിട്ട് ഈ പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. ഇൻ എക്സാക്ട്ലി 12 gram of C12 isotope. In exactly with 12 gram of C12 isotope. Amount of substance ആണ് മോള്, which is defined as the amount of substance that contain as many particles as there are atoms in exactly 12 gram of C12 isotope. 1 mole of any substance contain 6.022 into 10⁻23 atom. Therefore, this number is called Avogadro's number or Avogadro's constant എന്നാണ് നമ്മൾ അറിയപ്പെടാറുള്ളത്. അങ്ങനെയെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. 1 mole of hydrogen atom contain 1 mole of hydrogen atom contain 1 mole of hydrogen atom contain ഒരു മോൾ ഹൈഡ്രജൻ ആറ്റത്തിലുള്ള ആറ്റങ്ങളുടെ എണ്ണം എത്രയായിരിക്കാം? 6.022 into 10⁻23 ആറ്റം. അത്ര ആറ്റങ്ങളായിരിക്കാം അതിൽ കാണപ്പെടാറുള്ളത്. 6.22 into 10⁻23 ആറ്റംസ്. അങ്ങനെയെങ്കിൽ 1 മോൾ വാട്ടർ മോളിക്യൂളിനകത്താണെങ്കിലോ 1 മോൾ ഓഫ് വാട്ടർ മോളിക്യൂൾ. അപ്പൊ അതിനകത്തുള്ള മോളിക്യൂളുകളുടെ എണ്ണം എത്രയായിരിക്കാം? അതും ഇത് തന്നെയായിരിക്കാം. 6.022 into 10⁻23 എന്താണ്? വാട്ടറിന്റെ മോളിക്യൂളുകൾ. അപ്പൊ അവിടെ എഴുതാനുള്ളത് എന്താണ്? 10⁻23 വാട്ടർ മോളിക്യൂൾ, അല്ലെങ്കിൽ നമുക്ക് എഴുതാം മോളിക്യൂൾ. ഓക്കെ, അപ്പൊ ഓർക്കുക എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ് മോൾ. ഇനി ഇങ്ങനെയുള്ള മോള് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ നമ്മുടെ പ്രോബ്ലങ്ങളിലെല്ലാം വരും. മൊളാരിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് മോള് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള മോള് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. മോള് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പൊ മോൾ ഈക്വൽ ടു മോള് കണ്ടുപിടിക്കുന്ന ഒന്നാമത്തെ ഇക്വേഷനാ പറയുക. തന്നിരിക്കുന്ന ഭാരത്തെ അതിന്റെ അറ്റോമിക ഭാരമോ അറ്റോമിക മാസോ അല്ലെങ്കിൽ മോളിക്കുലാർ മാസോ കൊണ്ട് ഭാഗിക്കുക. അപ്പൊ മോൾ ഈക്വൽ ടു ഗിവൺ മാസ്, നമുക്ക് തന്നിരിക്കുന്ന ഭാരം, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. അപ്പൊ മോളിക്കുലാർ മാസ് ആകാം അല്ലെങ്കിൽ അറ്റോമിക മാസ് ആകാം. അതുകൊണ്ട് ഭാഗിക്കുകയാണെങ്കിൽ മോളുകളുടെ എണ്ണം നമുക്ക് കിട്ടും. ഒരു എക്സാമ്പിൾ നോക്കിക്കേ. നമുക്ക് വാട്ടറിന്റെ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം നോക്കാം. ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കുക. 90 ഗ്രാം വാട്ടറിലുള്ള മോളുകളുടെ എണ്ണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ മോളുകളുടെ എണ്ണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ മോൾ ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്ന ഭാരം എന്ന് പറയുക 90 ഗ്രാം ആണ്. വാട്ടറിന്റെ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അത് 18 ഗ്രാം പെർ മോൾ ആണ്. 18 ഗ്രാം പെർ മോൾ. അപ്പൊ ഈ തന്നിരിക്കുന്ന ഭാരത്തെ അതിന്റെ മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ ഗ്രാം പെർ മോൾ അല്ലെങ്കിൽ നമ്മൾ യൂണിഫൈഡ് മാസ് വെച്ചിട്ടായിരുന്നു എക്സ്പ്രസ് ചെയ്യുക. പ്രോബ്ലത്തിൽ ഓർക്കുക, മോളിക്കുലാർ മാസിന്റെ യൂണിറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത് ഗ്രാം മോൾ റൈസ് ടു -1 അല്ലെങ്കിൽ ഗ്രാം പെർ മോൾ എന്നാണ് നമ്മൾ എഴുതാറുള്ളത്. അപ്പൊ 90 ഗ്രാം ജലത്തിലുള്ള വാട്ടറിലുള്ള മോളുകളുടെ എണ്ണം. അപ്പൊ 90 ഭാഗം 18 ഗ്രാം
മോൾ റൈസ് ടു -1 ഗ്രാം പെർ മോൾ. വേണ്ട, ഗ്രാമും വെട്ടിപ്പോയി. ഇത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടുക 5 മോൾ റൈസ് ടു -1 മുകളിൽ വരുമ്പോൾ എന്തായിട്ട് മാറും? മോൾ ആയിട്ട് മാറും. ഓക്കെ, ഓർക്കുക, മോള് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞേക്കുക. തന്നിരിക്കുന്ന ഭാരത്തെ അതിന്റെ മോളിക്കുലാർ മാസോ അല്ലെങ്കിൽ അറ്റോമിക മാസോ കൊണ്ട് ഭാഗിക്കുക. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. ഇനി രണ്ടാമത്തെ ഒരു ഇക്വേഷൻ നോക്കുക. നമുക്ക് തന്നിരിക്കുന്നത് ഓളിയത്തിലാണ് തന്നിരിക്കുക. ഇപ്പൊ ഓളിയത്തിൽ തന്നിരിക്കുകയാണെങ്കിൽ ആ ഓളിയം വെച്ചിട്ട് നമുക്ക് മോള് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെയെങ്കിൽ മോൾ ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഓളിയം ഡിവൈഡഡ് ബൈ തന്നിരിക്കുന്ന ഓളിയം ഗിവൺ ഓളിയം ഡിവൈഡഡ് ബൈ വോളിയം ഇൻ STP. എന്താണ് STP? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ് STP. STPയിലെ വാതകങ്ങളുടെ വ്യാപ്തം 22.4 ലിറ്റർ. ഓർത്ത് വെച്ചേക്കുക. അപ്പൊ തന്നിരിക്കുന്ന വോളിയത്തെ എന്തുകൊണ്ട് ഭാഗിക്കുക? 22.4 ലിറ്റർ കൊണ്ട് ഭാഗിക്കുക. അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് കിട്ടും? മോളുകളുടെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ മോളുകളുടെ എണ്ണം ഭാരമാണ് തരുന്നതെങ്കിൽ അതിന്റെ മോളിക്കുലാർ മാസ് കൊണ്ട് ഭാഗിക്കുക. വോളിയത്തിലാണ് തരുന്നതെങ്കിലും 22.4 കൊണ്ട് ഭാഗിക്കുക. ഇനി വീണ്ടും ഒരു ഇക്വേഷൻ ഉണ്ട് മോള് കാൽക്കുലേറ്റ് ചെയ്യാൻ. മോൾ ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആയിരിക്കാം നമുക്ക് പ്രോബ്ലത്തിൽ തരിക. നമുക്ക് തന്നിരിക്കുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആയിരിക്കാം. അപ്പൊ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ ഇതേതാ സംഭവം? അവഗാഡ്രോസ് കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ എന്താണ്? 6.022 into 10⁻23 കൊണ്ട് ഭാഗിക്കുക. ഈ 3 രീതിയിലൂടെ നമുക്ക് മോൾ എന്ന് പറഞ്ഞ ഉത്തരത്തിൽ എത്തിച്ചേരാം. അപ്പൊ മോള് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 3 ഇക്വേഷൻ ഓർക്കുക. തന്നിരിക്കുന്ന ഭാരത്തെ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. തന്നിരിക്കുന്ന വെയിറ്റിനെ അതിന്റെ മോളിക്കുലാർ മാസ് കൊണ്ട് ഭാഗിക്കുക. ഇനി വോളിയമാണ് തരുന്നതെങ്കിൽ വോളിയത്തെ എന്തുകൊണ്ട് ഭാഗിക്കുക? 22.4 കൊണ്ട് ഭാഗിക്കുക. വോളിയം ഇൻ STP സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. STPയിലെ വാതകങ്ങളുടെ വ്യാപ്തം എന്ന് പറയുക 22.4 ആണ്. അപ്പൊ തന്നിരിക്കുന്ന വോളിയത്തെ എത്ര കൊണ്ട് ഭാഗിക്കണം? 22.4 കൊണ്ട് ഭാഗിക്കുക. ഇനി നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിളിനെ അവഗാഡ്രോസ് കോൺസ്റ്റന്റ് കൊണ്ട് ഭാഗിക്കുക. ഈ 3 രീതിയിൽ നമുക്ക് മോൾ എന്ന് പറഞ്ഞ ഉത്തരത്തിൽ എത്തിച്ചേരാം. അപ്പൊ എന്താണ് മോൾ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ് മോൾ എന്ന് അറിയപ്പെടാറുള്ളത്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ് മോൾ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ആവറേജ് അറ്റോമിക് മാസ് ആണ്. അപ്പൊ ആവറേജ് അറ്റോമിക് മാസ് നമ്മൾ അറ്റോമിക് മാസ് പഠിച്ചതായിരുന്നു. ഹൗ മെനി ടൈംസ് ഗ്രേറ്റർ ദാൻ ദ 1/12 മാസ് ഓഫ് C12 ആറ്റം എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു കാര്യം കൂടെ ഉണ്ട്. മോസ്റ്റ് ഓഫ് ദ എലമെന്റ് പ്രസന്റ് ഇൻ ഐസോട്ടോപിക് ഫോം. അപ്പൊ ആൾ ദ എലമെന്റ്സ് ഹാവ് ഐസോട്ടോപ്പ്. എന്താണ് ഐസോട്ടോപ്പ്? സെയിം അറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും ഉള്ളതാണ് ഐസോട്ടോപ്പ്. അപ്പൊ ആൾമോസ്റ്റ് ഓൾ ദ എലമെന്റ് ഹാവ് ഐസോട്ടോപ്പ്. സോ വി ക്യാൻ കാൽക്കുലേറ്റ് അറ്റോമിക് മാസ് ബൈ കൺസിഡറിംഗ് ആവറേജ് അറ്റോമിക് മാസ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിന്റെ റിലേറ്റീവ് അബണ്ടൻസും അതേപോലെ തന്നെ അറ്റോമിക് മാസിനെയും കൺസിഡർ ചെയ്തിട്ടായിരിക്കാം നമ്മൾ ആവറേജ് അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. റിലേറ്റീവ് അബണ്ടൻസ് പ്രകൃതിയിലുള്ള ലഭ്യത അനുസരിച്ചും അതിന്റെ അറ്റോമിക മാസുകളുടെ ഐസോട്ടോപ്പുകളുടെ അറ്റോമിക മാസുകളുടെ തുക നമ്മൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. ക്ലോറിൻ ഹാസ് 2 ഐസോട്ടോപ്സ്. ക്ലോറിൻ 35ഉം ക്ലോറിൻ 37ഉം. Cl35ഉം ഉണ്ട്, Cl37ഉം ഉണ്ട്. Chlorine has 2 isotopes, Cl35 and Cl37 in the ratio 3:1. അതിന്റെ റിലേറ്റീവ് അബണ്ടൻസ് ആണ് പറഞ്ഞേക്കുന്നത്. 3:1 റേഷ്യോയിലാണ് കാണപ്പെടാറുള്ളത്. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിന്റെ ആവറേജ് അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യണം. നോക്കുക, ക്ലോറിന് 2 ഐസോട്ടോപ്പുകളാണ് ഇവിടെ പറഞ്ഞേക്കുക. ഒന്ന് Cl35 ഒന്ന് Cl37. അതിന്റെ റിലേറ്റീവ് അബണ്ടൻസ് ടോട്ടൽ നമുക്ക് 4 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലെ 3 ഭാഗവും എന്താണ്? Cl35 ആണ്. അതിലെ ഒരു ഭാഗം മാത്രമാണ് Cl37. അങ്ങനെയെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് അതിന്റെ ആവറേജ് അറ്റോമിക് മാസ് ആണ്. അപ്പൊ ആവറേജ് അറ്റോമിക് മാസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ആവറേജ് അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ തന്നിരിക്കുന്നത് 35 എന്ന് പറഞ്ഞ ഐസോട്ടോപ്പ്.
അതിന്റെ കോമ്പിനേഷൻ അതായത് റിലേറ്റീവ് അബണ്ടൻസ് എന്ന് പറയുന്നത് 3 ആണ്. 37 എന്ന് പറഞ്ഞ ഐസോട്ടോപ്പ് ആണെങ്കിലോ അത് കാണപ്പെടുന്നത് 1 ആണ്. 3:1 റേഷ്യോയിലാണ് കാണപ്പെടുക. പക്ഷെ ഇവിടെ ടോട്ടൽ ആയിട്ട് കാണപ്പെടുക 3+1 എന്നല്ലയോ. എന്ന് വെച്ചാൽ 4 കോമ്പിനേഷൻ ഉള്ളതിൽ 3% എന്ന് പറയുക അല്ലെങ്കിൽ 3 എന്ന് പറഞ്ഞത് 35 37 എന്ന് പറയുക ഒരു ഭാഗവുമായിട്ടായിരിക്കാം കാണപ്പെടാറുള്ളത്. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കുള്ള ആൻസർ കിട്ടുക അതായത് 35 into 3 plus 37 into 1 ഡിവൈഡഡ് ബൈ 4. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമ്മൾ ക്ലോറിന്റെ അറ്റോമിക മാസ് നമുക്ക് കിട്ടും 35.5 എന്ന് കിട്ടും. ക്ലോറിന്റെ അറ്റോമിക മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 35.5 കിട്ടിയത് അതിന്റെ ആവറേജ് അറ്റോമിക് മാസ് ആണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ മോസ്റ്റ് ഓഫ് ദ എലമെന്റ് ഹാവ് ഐസോട്ടോപ്പ്. അപ്പൊ അതിന്റെ റിലേറ്റീവ് അതിന്റെ ആവറേജ് അറ്റോമിക് മാസ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തേക്കുക? അതിന്റെ അറ്റോമിക് മാസ് ഓഫ് ദ ഐസോട്ടോപ്പ് ആൻഡ് റിലേറ്റീവ് അബണ്ടൻസ് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. അപ്പൊ ക്ലോറിന്റെ ഐസോട്ടോപ്പുകൾ 35 ഉണ്ട് 37 ഉണ്ട്. അപ്പൊ അതിന്റെ റിലേറ്റീവ് അബണ്ടൻസ് തന്നിട്ടുണ്ട്. അപ്പൊ റിലേറ്റീവ് അബണ്ടൻസും ഐസോട്ടോപ്പിന്റെ അറ്റോമിക മാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്തേക്കുക? ക്ലോറിന്റെ ആവറേജ് അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്തേക്കുക.